ഹലോ ഫ്രണ്ട്സ്, ഇനി നമുക്ക് യുവർസ്കയുടെ ബാക്കി കാണാം. കഴിഞ്ഞ വീഡിയോയുടെ അവസാനം നമ്മൾ കണ്ടു നിർത്തിയത് ടീറാക്കിനെ കിസ് ചെയ്തത് കൊണ്ട് ടീറാക്കാണെങ്കിൽ അത് തന്നെ ഓർത്തിട്ട് ഇനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് വട്ടായിട്ട് ഇരിക്കുന്നത് വരെയാണ്. അടുത്ത സീനിൽ അവർ കോളേജിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്ന സമയം ടീറാക്കാണെങ്കിൽ അവൻ്റെ കയ്യിൽ പിച്ചിട്ട് പറയുന്നു, ഇതൊരു ഡ്രീം ഒന്നും അല്ലല്ലേ എന്ന്. ഇവനിങ്ങനെ കയ്യിൽ പിച്ചുന്നത് കണ്ടിട്ട് ബേബാണെങ്കിൽ അവൻ്റെ കയ്യിൽ പിച്ചുന്നുണ്ട്. അപ്പോൾ അവൻ പറയണു, ബേബ് എനിക്കത് നല്ലതുപോലെ വേദനിച്ചെന്ന്. അപ്പോൾ ബേബ് പറയണ്, നീ കാര്യമൊന്നും മാറ്റാനൊന്നും നോക്കണ്ട, ആദ്യം നീ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനല്ല ആൻസർ തരാൻ നോക്കുന്നത്. എന്നിട്ട് അവൾ ചോദിക്കുകയാണ്, നീ എന്തിനിന്നലെ കുടിച്ചത്, അതുപോലെ എന്തിനാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടാക്കിയത്, അതുപോലെ അവൻ എന്തിനാണ് നിന്റെ ഹെഡിൽ കിസ് ചെയ്തതെന്നു. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ടീറാക്കാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അത് കണ്ടിട്ട് ബേബ് പറയുന്നു, നീ ഉത്തരവൊന്നും പറയണ്ട, ഞാൻ തന്നെ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ചോളാമെന്ന്. അപ്പോൾ ടീറാക്ക് ചോദിക്കുന്നു, അതെങ്ങനെ നീ കണ്ടുപിടിക്കുമെന്ന്. അപ്പോൾ അവൾ പറയുന്നു, അത് പിന്നെ നിന്നെ ഇന്നലെ ഇവിടെ ആരാണോ കൊണ്ടാക്കിയത് അയാളോട് തന്നെ ഞാൻ ചോദിക്കുമെന്ന്. അപ്പം ടീറാക്ക് ചോദിക്കുകയാണ്, എന്തോന്ന് ബേബെന്ന്. ഇത് കേട്ടിട്ട് അവൾ പറയാണ്, നീ ഒന്നും പറയണ്ട, പെട്ടെന്ന് എൻ്റെ കൂടെ വരാനായിട്ട് നോക്കുന്നു. എന്നിട്ട് അവൾ പറയാണ്, പിന്നെ നീ ഫായോട് താങ്ക്സ് പറയാനായിട്ട് മറക്കല്ലേ, ഇന്നലെ നിനക്ക് ലിഫ്റ്റ് തന്ന് നിന്നെ സേഫായിട്ട് ഇവിടെ കൊണ്ടെത്തിച്ചത് എന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് ടീറാക്ക് പറയുന്നു, ഓക്കെ എന്ന്. പിന്നെ ഓയെയും അവൻ്റെ അമ്മയെയാണ് കാണിക്കുന്നത്. ഓയാണെങ്കിൽ അവനും അതുപോലെ ഫായും തമ്മിലുള്ള പ്രശ്നമൊക്കെ അമ്മയോട് പറയാണ്. അപ്പം അമ്മ സഹായിക്കുമെന്നും പറഞ്ഞാണ് അമ്മയോട് പറയുന്നത്. പക്ഷെ അമ്മ പറയുന്നത് ഇങ്ങനെയാണ്, നീ കരുതുന്നത് നീ ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞാൽ ഞാൻ നിന്നെ സഹായിക്കുമെന്നാണോ? എന്നാൽ എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല, കാരണം ഞാൻ ഈ കോളേജിലെ പ്രസിഡൻ്റാണ്, അതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. അപ്പോൾ അത് കേട്ടിട്ട് അവൻ ചോദിക്കുകയാണ്, അമ്മ അങ്ങനെ പറയല്ലേ എന്ന്. അപ്പോൾ അവർ പറയണ്, നിനക്ക് ഈ തായ് കോളേജ് തന്നെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കാൻ നോക്കുന്നത്. അങ്ങനെ അമ്മ സഹായിക്കില്ല എന്ന് മനസ്സിലാക്കിയ ഓയാണെങ്കിൽ ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ഈ സമയം അവിടെ ടീറാക്കാണെങ്കിൽ ഫാക്ക് അവനോട് ദേഷ്യം കാണുമോ അതോ ഇല്ലയോ എന്നും പറഞ്ഞുകൊണ്ട് വരികയാണ്. ഈ സമയം അതിലേ കൂടെ പോകുന്നത് കാണുന്നു. അങ്ങനെ ഫായുടെ പിന്നാലെ ഓടിച്ചെന്ന് അവൻ്റെ മുമ്പിലേക്ക് നിൽക്കുകയാണ്. എന്നിട്ട് സ്പീഡിന് പറയാണ്, സോറി, ഞാൻ ഇന്നലെ നിൻ്റെ ഷർട്ടിൽ അഴുക്കാക്കിയായിരുന്നു, ഞാനത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നീ കണ്ടോ ഇല്ലേന്ന് എനിക്ക് അറിയത്തില്ലെന്ന്. ഇത് കേൾക്കുന്ന ഫായാണെങ്കിൽ ചിരിച്ചിട്ട് അവനോട് പറയുന്നു, ഞാനത് കണ്ടായിരുന്നു എന്ന്. അപ്പം ടീറാക്ക് പറയണ്, പിന്നെ ഇന്നലെ രാത്രി നടന്നതിന് സോറി എന്ന്. അപ്പം ഫായാണെങ്കിൽ അവനോട് തിരിച്ച് സോറി ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന ടീറാക്ക് ചോദിക്കുകയാണ്, അല്ല നീ എന്തിനാ എന്നോട് സോറി ചോദിക്കുന്നതെന്ന്. അപ്പോൾ അവൻ പറയണ്, അത് പിന്നെ ഞാൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നമ്മൾ രണ്ടുപേരും കപ്പിളാണെന്ന് പറഞ്ഞു, അതുപോലെ ഓയ അടിക്കുകയും ചെയ്തെന്ന്. ഇത് കേൾക്കുന്ന ടീറാക്ക് ചോദിക്കുകയാണ്, നീ ഓയ അടിച്ചെന്നോ, പിന്നെ നീ എല്ലാവരോടും എന്താണ് പറഞ്ഞതെന്ന്. അപ്പം പറയണ്, അത് പിന്നെ നമ്മൾ രണ്ടുപേരും കപ്പിൾസ് ആണെന്നാണ് പറഞ്ഞത്, സോറി എന്ന്. അപ്പം ടീറാക്കാണെങ്കിൽ ആദ്യം ഒന്ന് ടെൻഷൻ അടിച്ചതുപോലെ നിന്നിട്ട് പെട്ടെന്ന് ചിരിച്ചിട്ട് പറയണ്, അതൊന്നും കുഴപ്പമില്ല, എനിക്ക് മനസ്സിലാകും, നീ എന്നെ സഹായിക്കാനായിട്ട് ശ്രമിച്ചതാണെന്ന്. പിന്നെ സോറി, നിന്നെ ഒരു ട്രബിളിലേക്കല്ലേ ഞാൻ കൊണ്ടെത്തിച്ചത്, എനിക്ക് തോന്നുന്നില്ല ചുമ്മാതിരിക്കുമെന്ന്, സോറി എന്ന്. അപ്പോൾ ഫായാണെങ്കിൽ എന്ന് പറയുന്നു. പിന്നെ അവൻ കുറച്ച് നേരം തല ചുരുങ്ങിയിട്ട് ഫായോട് താങ്ക് യുവും പറയുന്നുണ്ട്. അങ്ങനെ ഫായാണെങ്കിൽ പെട്ടെന്ന് പോകാനായിട്ട് നടന്നിട്ട് ടീറാക്കിൻ്റെ അടുത്തേക്ക് പോകുന്നു. ടീറാക്കാണെങ്കിൽ നല്ല ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്, അവൻ എന്തിനാണ് അടുത്തേക്ക് വരുന്നതെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് ഫായാണെങ്കിൽ അവനോട് പറയണേ, നീ നിൻ്റെ മുടി വാഷ് ചെയ്യാനായിട്ട് മറക്കല്ലേ, നല്ല നാറ്റം ഉണ്ടെന്ന്. എന്നിട്ട് പെട്ടെന്ന് എന്നെ നാറ്റം അടിക്കുന്നത് പോലെ മൂക്കിൽ കൈ വെച്ചിട്ട് അവിടെ നിന്ന് പോവേണ്. പോയതിന് ശേഷം ടീറാക്കാണെങ്കിൽ അവൻ്റെ തലമുടിയിൽ കൈ വെച്ചിട്ട് അത് മണത്ത് നോക്കുന്നുണ്ട്, നാറുന്നുണ്ടോ എന്ന്. പിന്നെ കാണിക്കുന്നത് ടീറാക്കിൻ്റെ ഫ്രണ്ട്സിനെയാണ്. അവിടെ ടൈപ്പും ജോയി ആണെങ്കിൽ ഇന്നലത്തെ ഹാങ് ഓവർ മാറാതെ കിടക്കുകയാണ്. ഈ സമയം അവിടേക്ക് ടീറാക്ക് വന്നിട്ട് പെട്ടെന്ന് തന്നെ ലീയുടെ അടുത്തേക്ക് ചെന്നിട്ട് ലീയോട് പറയണേ, നീ എൻ്റെ തലമുടി ഒന്ന് മണത്ത് നോക്കിയിട്ട് നാറുന്നുണ്ടോ എന്ന് പറയാം. അപ്പോൾ ജോയിയും ടൈപ്പും ആണെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് എണീറ്റിട്ട് ടീറാക്കിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവനോട് സോറി പറയണേ. എന്നിട്ട് ലീയോട് ചോദിക്കുകയാണ്, ഇന്നലെ പിന്നെ അവിടെ എന്താണ് നടന്നതെന്ന്. അപ്പം ലീ ചോദിക്കുന്നു, ഞാനെന്ത് പറയാനാണ്, ഞാൻ നിങ്ങളോട് ഇന്നലെ ഇവനെ നോക്കിക്കോളണേ എന്ന് പറഞ്ഞിട്ടല്ലേ അങ്ങോട്ട് അയച്ചത്, എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ കുടിച്ച് എൻജോയ് ചെയ്തല്ലേ, അത് ഒട്ടും ശരിയായില്ലെന്ന്. അപ്പോൾ ജോയി പറയുന്നു, സോറി എടാ, പിന്നെ ഞാൻ അവിടെ എന്താണ് നടന്നതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നിനക്ക് പിന്നെ പറഞ്ഞു തരാമെന്ന്. അപ്പോൾ ടീറാക്കാണെങ്കിൽ ഫായാണ് ഇന്നലെ അവനെ വീട്ടിലേക്ക് കൊണ്ടാക്കിയതെന്നൊക്കെ അവരോട് പറയണ്. അപ്പോൾ ടൈപ്പ് ഫായാണെന്ന് കേട്ടിട്ട് അവനോട് പറയണ്, നീ കൺഫ്യൂഷൻ ആക്കാതെ ഒന്ന് തെളിച്ച് പറയാം. അങ്ങനെ ടീറാക്കാണെങ്കിൽ അടിച്ചെന്ന് പറയാനായിട്ട് വരുന്ന സമയത്ത് ജോയിക്കാണെങ്കിൽ വൊമിറ്റ് ചെയ്യാൻ തോന്നിയിട്ട് അവിടെ നിന്ന് ഓടുകയാണ്. അവളെ പിന്നാലെ ടൈപ്പ് ഓടുന്നുണ്ട്. അവർ പോയി കഴിഞ്ഞതിന് ശേഷം ലീ അവനോട് പറയണേ, ഇന്നലെ എന്താണ് നടന്നതെന്ന് പറയാം. അപ്പം ടീറാക്ക് പറയണേ, എനിക്ക് എല്ലാ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല, പിന്നെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. ഇന്നലെ ഓയ അടിച്ച
വിളിച്ചായിരുന്നു. പിന്നെ ഇത് ഇന്നലെ ബേബ് എടുത്ത ഞങ്ങളുടെ ഫോട്ടോയാണെന്നും പറഞ്ഞ് ആ ഫോട്ടോയും കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം ലീ ചോദിക്കുകയാണ്, അപ്പം നീ വീണ്ടും ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടല്ലേ എന്ന്. അപ്പം ടീറാക്ക് പറയാണ്, ലീ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യ്, ഞാൻ അവനോട് സോറി ചോദിച്ചു, അതുപോലെ താങ്ക്യൂവും പറഞ്ഞു, പിന്നെ ഞാൻ ഈ ഡെസേർട്ടും കൊടുത്തായിരുന്നു പറഞ്ഞു ഒരു ഡെസേർട്ട് കയ്യിൽ എടുക്കുകയാണ്. അപ്പോഴാണ് അവന് മനസ്സിലാകുന്നത് അവൻ ഫാക്ക് ഡെസേർട്ട് കൊടുത്തിട്ടില്ലെന്ന്. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ഡെസേർട്ടും അവിടെ നിന്ന് എടുത്തുകൊണ്ട് ഓടുന്ന വഴി ഒരു പയ്യനെ കണ്ടിട്ട് ഫാ എവിടെയെന്ന് ചോദിക്കുകയാണ്. അപ്പം ആ ചെറുക്കൻ പറയുന്നു ഫാ മുകളിൽ ഓയുടെ കൂടെ ഉണ്ടെന്ന്. ഓയുടെ കൂടെയാണെന്ന് കേൾക്കുന്ന ടീറാക്കാണെങ്കിൽ അവിടെ നിന്ന് ഒറ്റ ഓട്ടമാണ്. ഈ സമയം അവിടേക്ക് ഒരു പ്രൊഫസർ വന്നിട്ട് ആ ചെറുക്കനോട് ഓ എവിടെയെന്ന് ചോദിക്കുകയാണ്. അപ്പം അവൻ പറയുന്നു ഓ മുകളിലുണ്ടെന്ന്. അവിടെ ഓയാണെങ്കിൽ ഫായോട് പറയാണ്, എന്നെ ആരെങ്കിലും അടിച്ചാൽ ഞാൻ അവരെ വെറുതെ വിടത്തൊന്നുമില്ല, പിന്നെ വേണമെങ്കിൽ നിനക്ക് ഞാനൊരു ചാൻസ് തരാം, സത്യം പറ ടീറാക്ക് നീയും ബോയ് ഫ്രണ്ട്സ് ഒന്നും അല്ലല്ലോ എന്ന്. അപ്പം ഫായാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടിട്ട് ഓക്കെ ആണെങ്കിൽ ദേഷ്യം വന്നു. ഓയാണെങ്കിൽ ഫായോട് ദേഷ്യപ്പെടുകയാണ്. ഈ സമയം അവിടേക്ക് ടീറാക്ക് വരികയാണ്. ടീറാക്കിനെ കണ്ടിട്ട് അവൻ ചോദിക്കുകയാണ്, ടീറാക്ക് നീ പറ, ഇവൻ പറയുന്നതൊക്കെ കള്ളോ ഇല്ല, നിങ്ങൾ ബോയ് ഫ്രണ്ട്സ് ഒന്നും അല്ലല്ലോ എന്ന്. അപ്പം ടീറാക്ക് പറയുന്നു അല്ല, ഫാ പറയുന്നത് കള്ളോ ഒന്നും അല്ല, ഞങ്ങൾ രണ്ടുപേരും ബോയ് ഫ്രണ്ട്സ് ആണെന്ന്. ഇത് കേൾക്കുന്ന ഓ ചോദിക്കുകയാണ്, അല്ല അതെങ്ങനെയാ, നീ ആരോടും അങ്ങനെ മിണ്ടുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല, പിന്നെ നീ ഫായെ ഡേറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാനാണ്, നീ വെറുതെ എന്നെ ഹേർട്ട് ചെയ്യാനല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. അപ്പം ടീറാക്ക് പറയുകയാണ്, ഞാൻ ആരെ ഹേർട്ട് ചെയ്യാനായിട്ടൊന്നും പറഞ്ഞതൊന്നുമല്ല, ഞാനും ഫായും ബോയ് ഫ്രണ്ട്സ് ആണ്, അത് സത്യമായ കാര്യമാണെന്ന്. ഇത്രയും പറഞ്ഞിട്ട് ഫായുടെ കയ്യിലേക്ക് ടീറാക്ക് പിടിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഓ പറയാണ്, എന്തായാലും ഇതൊന്നും സത്യമല്ലെന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവനാണെങ്കിൽ ദേഷ്യത്തിൽ ഫായ അടിക്കാനായിട്ട് പോവുകയാണ്. ഈ സമയം അവിടേക്ക് പ്രൊഫസർ വരെയാണ്. പ്രൊഫസർ വന്ന് ഓയെ വിളിക്കുന്നത് കേട്ടിട്ട് അവനാണെങ്കിൽ അടിക്കുന്നതൊക്കെ നിർത്തിയിട്ട് പ്രൊഫസറിൻ്റെ കൂടെ പോവുകയാണ്. പിന്നെ ടീറാക്കും ഫായും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പം ടീറാക്ക് ഫായോട് സോറി ചോദിക്കുന്നു. അപ്പം ഫാ പറയുന്നു, അതിന് ഞാനാണ് നിന്നോട് സോറി പറയേണ്ടത്, സോറി ഞാനല്ലേ എല്ലാവരോടും നീ ഞാനും കപ്പിൾസ് ആണെന്ന് പറഞ്ഞതിനെന്ന്. അപ്പം ടീറാക്ക് പറയുന്നു, അത് കുഴപ്പമില്ല, കാരണം നീ എന്നെ ആ ഒരു കള്ളത്തിലൂടെ സഹായിക്കുകയാണ് ചെയ്തത്, പിന്നെ ഇപ്പം എല്ലാവരും നമ്മൾ രണ്ടുപേരും കപ്പിൾസ് ആണെന്നാണ് കരുതിയിരിക്കുന്നത്, ഇനി അത് കള്ളമാണെന്ന് എല്ലാവരും അറിഞ്ഞാൽ രണ്ടുപേർക്കും അത് മോശമായി തന്നെ ബാധിക്കുമെന്ന്. അപ്പം ഫാ പറയുന്നു, എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ സത്യമല്ലെന്ന് ആരോടും പറയണ്ട എന്നതാണെന്ന്. അപ്പോൾ ഫാ പറയുന്നത് കേട്ടിട്ട് ടീറാക്കിനാണെങ്കിൽ അത് മറച്ചു വെക്കാനായിട്ട് ഒരു ഐഡിയയും കിട്ടുന്നില്ല. കുറച്ച് സമയത്തിന് ശേഷം അവൻ ആലോചിച്ചിട്ട് പറയാണ്, എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഫേക്ക് ബോയ് ഫ്രണ്ട്സ് ആയിട്ട് ആക്ട് ചെയ്യാമെന്ന്. അത് കേട്ടിട്ട് ഫായും ഓക്കെ പറയാണ്. അപ്പം ടീറാക്ക് പറയുന്നു, അപ്പം നമുക്ക് പിങ്കി പ്രോമിസ് ചെയ്യാം, ഈ സീക്രട്ട് നമ്മുടെ ഇടയിൽ മാത്രം നിൽക്കുമെന്ന്. ഇത്രയും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ പിങ്കി പ്രോമിസ് ചെയ്യുകയാണ്. പ്രോമിസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫാ ചോദിക്കുകയാണ്, പിന്നെ ടീറാക്ക് നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്നലെ ഓയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ നീ ബേബിനോട് പറഞ്ഞോ എന്ന്. അപ്പം ടീറാക്ക് പറയാണ്, ഇല്ല ഞാൻ ബേബിനോട് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല, അവൾ ഇതിനെ പറ്റിയാണ് അറിഞ്ഞു കഴിഞ്ഞാൽ അവനെ എന്തായാലും വെറുതെ വിടത്തില്ല, പിന്നെ എൻ്റെ അച്ഛൻ അറിഞ്ഞാൽ അവൻ്റെ കാര്യം തീർന്നെന്ന്. ഇതൊക്കെ കേട്ടിട്ട് ഫാ പറയാണ്, ഒരു പക്ഷേ ബേബ് നിന്നോട് നമ്മുടെ റിലേഷനെ പറ്റി ചോദിച്ചാൽ സത്യം പറഞ്ഞേക്ക്, ബേബ് ഇത് അറിഞ്ഞിരിക്കുന്നതായിരിക്കും നല്ലതെന്ന്. അപ്പം ടീറാക്ക് പറയുന്നു ആ ഓക്കെ എന്ന്. ഈ സമയം ഫായുടെ ഫോണിലേക്കാണെങ്കിൽ ഒരു കോള് വരുന്നു. ആ കോള് ശ്രദ്ധിച്ചിട്ട് ഫായോട് അവൻ പറയണു, ഓ നിനക്കിപ്പോൾ ക്ലാസ് ഉണ്ടല്ലേ, അപ്പം നീ ഇപ്പോൾ പൊയ്ക്കോ, നമുക്ക് പിന്നെ കാണാമെന്ന്. അപ്പം ഫായാണെങ്കിൽ ടീറാക്കിനോട് പറയണ്, എന്നാൽ ശരി ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നീ ബിൽഡിംഗ് എയിലുള്ള കോഫി ഷോപ്പിലേക്ക് വായെന്ന്. അപ്പം ടീറാക്കാണെങ്കിൽ ഓക്കെ പറഞ്ഞിട്ട് ഫായ്ക്ക് വേണ്ടി കൊണ്ടുവന്ന ആ ഡെസേർട്ട് ഫായുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പോവുകയാണ്. അപ്പം ഫായ ആണെങ്കിൽ അവൻ കൊടുത്ത ആ ഡെസേർട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സീനിൽ ടീറാക്കാണെങ്കിൽ ക്ലാസ്സിലേക്ക് കയറി വരികയാണ്. അപ്പം അവനെ കണ്ടിട്ട് ലീ ചോദിക്കുകയാണ്, അല്ല ടീറാക്ക് നീ ഇത്രയും സമയം എവിടെ ആയിരുന്നു എന്ന്. അപ്പം ടീറാക്കാണെങ്കിൽ ലീക്ക് മറുപടി ഒന്നും കൊടുക്കാതെ ജോയിയോടും ടൈപ്പിനോടും പോയി സംസാരിക്കുകയാണ്. അപ്പം അവരാണെങ്കിൽ ഇന്നലെ ഇവനെ ഫാ ഹെൽപ്പ് ചെയ്തതിനെ പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പം അവൻ പറയാണ്, അത് പിന്നെ ഫായ എന്നെ ഹെൽപ്പ് ചെയ്തത് ഞാൻ ലീയുടെ ഫ്രണ്ട് ആയതുകൊണ്ടായിരിക്കാം, പിന്നെ അതുമാത്രമല്ല ഇന്നലെ നടന്ന കുറേ കാര്യങ്ങളൊന്നും തന്നെ എനിക്ക് ഓർമ്മയില്ലെന്ന്. ടീറാക്ക് പറഞ്ഞതിന് ശേഷം ജോയിൻ ടൈപ്പും കൂടെ ഒരു ഫേക്ക് റിലേഷനെ പറ്റി പറയാണ്. ഇത് കേൾക്കുന്ന ടീറാക്കിനാണെങ്കിൽ നല്ല രീതിയിൽ ടെൻഷൻ ആകുന്നുണ്ട്. ലീയോടും ടീറാക്കിനോടും അവർ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, അതൊരു ഫേക്കായ റിലേഷൻ ആയിരിക്കുമോ അതോ റിയൽ ആയിട്ടുള്ളതായിരിക്കുമോ എന്ന്. അപ്പം ടീറാക്ക് പറയുന്നു, എനിക്ക് തോന്നുന്നു അത് റിയൽ ആയിരിക്കുമെന്ന്. അപ്പം ലീ പറയണേ, എനിക്കതിനെ പറ്റിയൊന്നും അറിയത്തില്ലെന്ന്. ഇവരെ അഭിപ്രായമൊക്കെ കേട്ടിട്ട് ജോയ് പറയണേ, എന്തായാലും എനിക്ക് ഉറപ്പുണ്ട് ഇത് ഫേക്ക് റിലേഷൻ തന്നെയായിരിക്കുമെന്ന്.
അവിടെ ഫായാണെങ്കിൽ ക്ലാസ് തുടങ്ങിയതിന് ശേഷമാണ് ക്ലാസ്സിലേക്ക് ചെല്ലുന്നത്. ഇവനെ കണ്ടിട്ട് അവൻ്റെ ഫ്രണ്ട്സ് ചോദിക്കേന് ഡേ ഫാ നീ എവിടെ പോയിരുന്നെന്ന്. അപ്പോൾ ഫായാണെങ്കിൽ അവരോട് ഒരു മറുപടിയും പറയാതെ പെട്ടെന്ന് അവൻ്റെ സീലിലേക്ക് പോയിരുന്നിട്ട് അവനും ടീറാക്കും കൂടെ ചെയ്ത പ്രോമിസേനെ ഓർത്തിട്ട് ചിരിക്കേണ്. ഫായുടെ മുഖത്ത് ചിരി കണ്ടിട്ട് ഹിയ ചോദിക്കേണ് അല്ല ഫാ എന്താ നീ ഇത്രയും ചിരിക്കുന്നത്, നിനക്ക് ഇന്നത്തെ ക്ലാസ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ എന്ന്. അപ്പോൾ ഫായാണെങ്കിൽ ടീച്ചറിനോട് പറയുന്നു ടീച്ചർ ഹിയയ്ക്ക് എന്തോ ഡൗട്ട് ഉണ്ടെന്ന്. അപ്പോൾ ടീച്ചർ വന്നിട്ട് ഹിയോട് ചോദിക്കുന്നുണ്ട് എന്താ ഹിയ നിനക്ക് ഡൗട്ടെന്ന്. അപ്പോൾ ഹിയ പറയണേ ഇല്ല ടീച്ചർ എനിക്ക് ഡൗട്ടൊന്നും ഇല്ല, ഈ ഫാ വെറുതെ പറഞ്ഞതാണെന്ന്. ഇതൊക്കെ കണ്ടിട്ട് അവിടെ ഇരുന്ന് റിയോ ചിരിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ലഞ്ചിനൊക്കെ ശേഷം ടീറാക്കാണെങ്കിൽ നടന്നു വരുന്ന സമയത്ത് ബേബിനെയും അവളെ ബോയ് ഫ്രണ്ടിനെയും കാണുന്നു. അപ്പോൾ അവനാണെങ്കിൽ അവരോട് ചോദിക്കുന്നു അല്ല രണ്ടുപേരും കൂടി ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോവുകയാണല്ലേ, എന്തായാലും പോയി എൻജോയ് ചെയ്യാൻ. ഇത്രയും പറഞ്ഞിട്ട് ടീറാക്കാണെങ്കിൽ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോകാനായിട്ട് നോക്കുന്നു. അപ്പോൾ ബേബിൻ്റെ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ അവനെ കൂടെ ചെല്ലാനായിട്ട് വിളിക്കുന്നു. പക്ഷേ അവന് ഫായെ കാണാനായിട്ട് പോകാനുള്ളത് കൊണ്ട് അവനാണെങ്കിൽ അവരോട് പെട്ടെന്ന് തന്നെ ബൈ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഫായാണെങ്കിൽ ടീ ഇരിക്കുന്ന ഇടത്തേക്ക് വന്നിട്ട് അവനോട് ചോദിക്കുന്നു ഒരുപാട് സമയമായി നീ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണോ എന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു ഇല്ല എന്തായാലും നീ വാ നമുക്ക് അകത്തേക്ക് പോകാമെന്ന്. അപ്പോൾ ഫാ പറയുന്നു നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിച്ച എല്ലാവരും അത് കേൾക്കില്ലേ, അതുവഴി എല്ലാവർക്കും എല്ലാം മനസ്സിലാകുകയും ചെയ്യുമെന്ന്. അത് കേട്ടിട്ട് ടീറാക്ക് ചോദിക്കുന്നു അപ്പം നമ്മൾ ഇനി എന്ത് ചെയ്യുമെന്ന്. ഇത്രയും കാണിച്ചിട്ട് ഈ സീൻ അവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് അവരൊരു ലേക്കിൽ നിൽക്കുന്നതായിട്ടാണ്. അപ്പോൾ ആ സ്ഥലം കണ്ടിട്ട് ടീറാക്കിനാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അവനാണെങ്കിൽ അത് ഫായോട് പറയുമ്പോൾ ഫായ്ക്കും അത് കേട്ടിട്ട് നല്ല സന്തോഷമാകുന്നു. എന്നിട്ട് ടീറാക്ക് പറയണേ എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ബോട്ടിലൂടെ യാത്ര ചെയ്ത് ഈ ലേക്കിൻ്റെ സെൻറ്ററിൽ ചെന്നിട്ട് സംസാരിക്കാം, അതാകുമ്പോൾ ആരും കേൾക്കത്തില്ലല്ലോ എന്ന്. ടീറാക്ക് പറയുന്നത് കേട്ടിട്ട് ഫാ ചിരിക്കുന്നുണ്ട്. പിന്നെ രണ്ടുപേരും കൂടി പറഞ്ഞതുപോലെ ലേക്കിൻ്റെ സെൻറ്ററിൽ ചെന്നിട്ട് സംസാരിച്ചു തുടങ്ങിയേന്. അപ്പോൾ ഫാ ചോദിക്കുന്നു നമ്മൾ രണ്ടൊരു ഫേക്ക് കപ്പിളായിട്ട് ആക്ട് ചെയ്യില്ലേ, അപ്പോൾ അതിനായി ഞാൻ എന്ത് ചെയ്യണമെന്ന്. അപ്പം ടീറാക്ക് പറയുന്നു ആദ്യം നമുക്ക് നമ്പേഴ്സ് എക്സ്ചേഞ്ച് ചെയ്യാമെന്ന്. എന്നിട്ട് രണ്ടുപേരും നമ്പർ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. അടുത്തത് എന്തെന്ന് ഫാ ചോദിക്കുമ്പോൾ ടീറാക്കിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ ഫാ ചോദിക്കുന്നു പിന്നെ നീ നിന്റെ ഫ്രണ്ട്സിനോട് ഈ കാര്യമൊക്കെ പറഞ്ഞോ എന്ന്. ഫാ പറഞ്ഞത് കേട്ടിട്ട് ടീറാക്ക് പറയണേ ഇല്ലെന്ന്. എന്നിട്ട് അവനാണെങ്കിൽ ജോയിൻ ടൈപ്പും പറഞ്ഞ് ആ ഫേക്ക് റിലേഷൻഷിപ്പിനെ പറ്റി ഓർക്കുന്നുണ്ട്. എന്നിട്ട് ഫായോട് പറയണേ എനിക്കിപ്പോൾ ഈ കാര്യം അവരോട് പറയാൻ തോന്നുന്നില്ലെന്ന്. അപ്പോൾ ഫാ പറയുന്നു എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് അവരോട് ഇതെല്ലാം പറയാമെന്ന്. ഫാ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം ടീറാക്കിനാണെങ്കിൽ പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ ഫായോട് പറയണേ നമ്മളിപ്പോൾ കപ്പിളായിട്ട് ആക്ട് ചെയ്യില്ലേ, അപ്പോൾ സാധാരണ കപ്പിൾസ് ഫോട്ടോസൊക്കെ എടുക്കാറില്ലേ, അതുപോലെ നമുക്കും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന്. എന്നിട്ട് രണ്ടുപേരും കൂടെ ഫോട്ടോസ് എടുക്കാനായിട്ട് തുടങ്ങിയാണ്. അപ്പോൾ നമുക്ക് ഇതിന് ശേഷമുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടേ മറക്കാവുന്ന ലൈക്ക് അടിച്ചേക്കണേ, അതുപോലെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടേക്കണേ. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടേ മറക്കാവുന്ന സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ബൈ ബൈ.